കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാഹ് തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 405 സൂറത്തുൽ അഅറാഫ് ആയത്തുകൾ 164 മുതൽ 180 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون فلما نسوا ما ذكروا به أنجينا الذين ينهون عن السوء وأخذنا الذين ظلموا بعذاب بئيس بما كانوا يفسقون فلما عتوا عما نهوا عنه قلنا لهم كونوا قردة خاسئين وإذ تأذن ربك ليبعثن عليهم إلى يوم القيامة من يسومهم سوء العذاب إن ربك لسريع العقاب وإنه لغفور رحيم وقطعناهم في الأرض أمما منهم الصالحون ومنهم دون ذلك وبلوناهم بالحسنات والسيئات لعلهم يرجعون فخلف من بعدهم خلف ورثوا الكتاب يأخذون عرض هذا الأدنى ويقولون سيغفر لنا وإن يأتهم عرض مثله يأخذوه ألم يؤخذ عليهم ميثاق الكتاب ألا يقولوا على الله إلا الحق ودرسوا ما فيه والدار الآخرة خير للذين يتقون أفلا تعقلون والذين يمسكون بالكتاب وأقاموا الصلاة إنا لا نضيع أجر المصلحين وإذ نتقنا الجبل فوقهم كأنه ظلة وظنوا أنه واقع بهم خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون وإذ أخذ ربك من بني آدم من ظهورهم ذريتهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين أو تقولوا إنما أشرك آباؤنا من قبل وكنا ذرية من بعدهم أفتهلكنا بما فعل المبطلون وكذلك نفصل الآيات ولعلهم يرجعون واتل عليهم نبأ الذي آتيناه آياتنا فانسلخ منها فأتبعه الشيطان فكان من الغاوين ولو شئنا لرفعناه بها ولكنه أخلد إلى الأرض واتبع هواه فمثله كمثل الكلب إن تحمل عليه يلهث أو تتركه يلهث ذلك مثل القوم الذين كذبوا بآياتنا
فاقصص القصص لعلهم يتفكرون ساء مثل القوم الذين كذبوا بآياتنا وأنفسهم كانوا يظلمون من يهد الله فهو المهتدي ومن يضلل فأولئك هم الخاسرون ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 406 സൂറത്തുൽ അഅറാഫ് ആയത്ത് 164 പേജ് 661. وإذا قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا. അള്ളാഹു അവരെ നശിപ്പിക്കും അല്ലെങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷ നൽകും. അങ്ങനെയുള്ളൊരു കൂട്ടരെ എന്തിനാണ് നിങ്ങൾ ഉപദേശിക്കുന്നതെന്ന് അവരിലെ ഒരു സംഘം പറഞ്ഞ സന്ദർഭം. قالوا معذرة إلى ربكم ولعلهم يتقون. അവർ പറഞ്ഞു, നിങ്ങളുടെ റബ്ബിനോട് ഒഴിവ് കഴിവ് പറയാൻ വേണ്ടിയാണ്, അവർ സൂക്ഷ്മത പാലിക്കുന്നവരാകുകയും ചെയ്തേക്കാം. അപ്പോൾ അവർ 3 വിഭാഗമായി. ഒരു കൂട്ടർ അക്രമം ചെയ്തു, ഒരു കൂട്ടർ അത് തടയാൻ ശ്രമിച്ചു, ഒരു കൂട്ടർ അതിൽ നിന്നെല്ലാം പിൻവാങ്ങി നിന്നു. ആയത്ത് 165. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവർ ഉപദേശിക്കപ്പെട്ടത് അവർ മറന്നപ്പോൾ, അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂഇ, തിന്മ വിരോധിക്കുന്നവരെ നാം രക്ഷിച്ചു, വഅഖദ്നല്ലദീന ളലമൂ ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ, അക്രമം ചെയ്ത കൂട്ടരെ കഠിനമായ ശിക്ഷ കൊണ്ട് നാം പിടികൂടി, അവർ ധിക്കാരം ചെയ്തുകൊണ്ടിരുന്നതിനാൽ. 3 കക്ഷികളിൽ അക്രമികളെ അല്ലാഹു ശിക്ഷിക്കുകയും തടയാൻ ശ്രമിച്ചവരെ രക്ഷിക്കുകയും ചെയ്തു. ഉപദേശിക്കേണ്ടെന്ന് പറഞ്ഞ് മാറി നിന്നവരെ പറ്റി ഒന്നും പറഞ്ഞില്ല. അവരുടെ അവസ്ഥ എന്ത് അല്ലാഹുവിനറിയാം. ആയത്ത് 166. ഫലമ്മാ അതൗ അമ്മാ നുഹു അൻഹു, അവർക്ക് വിരോധിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് അവർ ധിക്കരിച്ചപ്പോൾ, പേജ് 662. ഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങുകളാകുവീൻ എന്ന് നാം അവരോട് പറഞ്ഞു. അള്ളാഹു പറഞ്ഞാൽ പിന്നെ കാര്യം നടന്നത് തന്നെ. കുരങ്ങിൻ്റെ സ്വഭാവത്തിലായി രൂപം മാറിയിട്ടില്ല എന്ന് ഇവിടെ ചിലർ പറഞ്ഞിട്ടുള്ളത് ശരിയല്ല, ആലങ്കാരികമാണെന്നാണ് അവരുടെ വാദം. വാക്കുകളുടെ നേരെ അർത്ഥം കുരങ്ങുകളാകുക എന്ന് തന്നെയാണല്ലോ. നേരെയുള്ള അർത്ഥം മനസ്സിലാക്കുന്നതിന് തടസ്സമുണ്ടെങ്കിലാണ് ആലങ്കാരിക അർത്ഥം പരിഗണിക്കുക. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കുരങ്ങുകളാകുവീൻ എന്ന് അള്ളാഹു പറഞ്ഞു. അങ്ങനെ അവർ കുരങ്ങുകളായിത്തീർന്നു. മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. ആയത്ത് 167. വഇദ് തഅദ്ദന റബ്ബുക, നിന്റെ റബ്ബ് പ്രഖ്യാപിക്കുകയും ചെയ്ത സന്ദർഭം, ലയബ്അസന്ന അലൈഹിം ഇലാ യൗമിൽ ഖിയാമത്തി മൻ യസൂമുഹും സൂഅൽ അദാബ്, കഠിന ശിക്ഷ അവരെ അനുഭവിപ്പിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അവരുടെ മേൽ നാം അയച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇന്ന റബ്ബക ലസരീഉൽ ഇഖാബ്, നിശ്ചയമായും നിന്റെ റബ്ബ് വേഗത്തിൽ ശിക്ഷിക്കുന്നവനാകുന്നു. വഇന്നഹു ലഗഫൂറുർ റഹീം, നിശ്ചയമായും അവൻ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ധിക്കാരവും ഗൂഢതന്ത്രങ്ങളും ക്രൂരതകളും ഒരിക്കലും ഒഴിവാക്കാത്ത യഹൂദ സമുദായത്തിന് ചരിത്രത്തിലുടനീളം സ്വതന്ത്രമായ നിലനിൽപ്പുണ്ടായില്ല. മർദ്ദനമേറ്റും അടിമപ്പെട്ടുമാണ് അവർ കഴിഞ്ഞുകൂടിയത്. തുടക്കത്തിൽ വിഗ്രഹാരാധകരുടെയും പിന്നീട് ക്രിസ്തീയരുടെയും കീഴിൽ അപമാനിതരായി കാലം കഴിച്ചു. ഖുർആൻ അവതരണ കാലത്ത് അവർ കുടിയേറിപ്പാർത്തിരുന്ന സ്ഥലങ്ങളിൽ നിന്നും അവർ ബഹിഷ്കരിക്കപ്പെടുകയുണ്ടായി. പിൽക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂട്ടക്കൊലക്കും കുടിയൊഴിപ്പിക്കലിനും വിധേയരായി. ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ വിവിധ നാടുകളിലായി അവർ ചിഹ്നിച്ചിതറി. മധ്യകാലങ്ങളിൽ സാരസന്മാരിൽ നിന്ന് ഫലസ്തീൻ വീണ്ടെടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ മുന്നണി സേനകളെ അയച്ചപ്പോൾ ജൂതന്മാരെ തുടച്ചുമാറ്റിയെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്.
ഒടുവിൽ എവിടെയാണോ ജീവിക്കുന്നത് അവിടുത്തെ സംസ്കാരം സ്വീകരിച്ച് ജീവിക്കുന്നതാണ് പ്രായോഗികമെന്ന് ഒരു വിഭാഗം കരുതി. എന്നാൽ മറ്റേ വിഭാഗം സയനിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തു. അവരുടെ ആസൂത്രിത കുതന്ത്രങ്ങളുടെ ഫലമായും പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയും സഹായവും സ്വീകരിച്ചുകൊണ്ടും 1948 ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചു. ആ രാഷ്ട്രം നിലനിർത്തി പോരുന്നതും അവരുടെ താങ്ങലും തണലിലുമാണ് നാരിക്കാം. വഞ്ചനയും അക്രമവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു രാഷ്ട്രം നിലവിൽ വന്നെങ്കിലും സമാധാനത്തോടെ സൗര്യമായി ജീവിക്കാൻ ഇപ്പോഴും ജൂതന്മാർക്കായിട്ടില്ല. ആയത്ത് 168. വഖത്തഅനാഹും ഫിൽ അർദി ഉമമ, ഭൂമിയിൽ അവരെ നാം പല സംഘങ്ങളായി പിരിക്കുകയും ചെയ്തിരിക്കുന്നു. മിൻഹുമുസ് സ്വാലിഹൂന, അവരുടെ കൂട്ടത്തിൽ നല്ലവരുണ്ട്. ആയത്ത് പേജ് 663. വമിൻഹും ദൂന ദാലിക്, അതല്ലാത്തവരും അവരുടെ കൂട്ടത്തിലുണ്ട്. വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യാതി, നന്മകളും തിന്മകളും മുഖേന അവരെ നാം പരീക്ഷിച്ചു. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങുന്നവരാകാൻ വേണ്ടി. കഠിനമായി ആക്ഷേപിക്കുമ്പോഴും ജൂതരിലെ നല്ലവരെ എടുത്തു പറയുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ 407, സൂറത്തുൽ അഅറാഫ് ആയത്ത് 169, പേജ് 663. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്കു ശേഷം ഒരു പിൻതലമുറ പകരം വന്നു. വരിസുൽ കിതാബ, അവർക്ക് ഗ്രന്ഥം അവകാശം കിട്ടി. യഖുദൂന അർദ ഹാദൽ അദ്ന, ഏറ്റവും നിസ്സാരമായി ഈ ലോകത്തിലെ വിഭവങ്ങൾ അവർ വാങ്ങുന്നു. ഈ ലോകത്തിലെ വിഭവങ്ങൾ എത്ര ഉയർന്നതായി കാണപ്പെട്ടാലും പരലോക വിഭവങ്ങളുടെ താഴെ തന്നെയാണ്. വേദഗ്രന്ഥത്തിലെ സത്യം മറച്ചുവെക്കുകയും മാറ്റിപ്പറയുകയും ചെയ്തുകൊണ്ട് ഭൗതിക വിഭവങ്ങൾ അവർ സമ്പാദിച്ചു. വയഖൂലൂന സയഗ്ഫറു ലനാ, ഞങ്ങൾക്ക് പുറത്തു കിട്ടും എന്ന് അവർ പറയുകയും ചെയ്യുന്നു. വഇൻ യഅതിഹിം അർദും മിസ്ലുഹു യഅഖുദൂഹു, അതുപോലെയുള്ള വിഭവം വന്നാൽ അവർ അത് വാങ്ങുകയും ചെയ്യും. തെറ്റുകൾ ചെയ്തിട്ട് അതൊക്കെ തങ്ങൾക്ക് പുറത്തു കിട്ടുമെന്ന് പറയൽ പലരുടെയും പതിവാണ്. എന്നിട്ട് അതേ തെറ്റ് ആവർത്തിക്കുകയും ചെയ്യും. അലം യുഖദ് അലൈഹിം മീസാഖുൽ കിതാബി അല്ലാ യഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ, അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാതെ പറയുകയില്ലെന്ന് അവരെ സംബന്ധിച്ച് വേദഗ്രന്ഥത്തിലൂടെ ഉറപ്പു വാങ്ങപ്പെട്ടിട്ടില്ലേ? വദറസൂ മാ ഫീഹി, അതിലുള്ളത് അവർ പഠിക്കുകയും ചെയ്തിട്ടില്ലേ? വദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ, സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് പരലോക ഭവനം വളരെ ഉത്തമമത്രേ. അഫലാ തഅഖിലൂൻ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ധനമോഹവും സ്ഥാനമോഹവും അവരെ അപകടത്തിൽ വീഴ്ത്തി എന്നിവിടെ ഉണർത്തിയിരിക്കുന്നു. ഈ രണ്ട് മോഹങ്ങൾ ആട്ടിൻകൂട്ടത്തിലെ കഴിച്ചുവിട്ട രണ്ട് വിശന്ന ചെന്നായ്ക്കളെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ ചെന്നായ്ക്കൾ ആടുകളെ നശിപ്പിക്കുന്നത് പോലെ ധനമോഹവും സ്ഥാനമോഹവും മനുഷ്യൻ്റെ മതത്തെ നശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിർമിദി 2376, ദാരിമി 2772. ഇത് പരിഗണിക്കാത്ത പണ്ഡിതന്മാരുടെ ഗതി അപകടം തന്നെ. പേജ് 664, ആയത്ത് 170. വല്ലദീന യുമസ്സികൂന ബിൽ കിതാബി വഅഖാമുസ് സ്വലാത്ത, ഗ്രന്ഥം മുറുകെ പിടിക്കുന്നവരും നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരുമായ ആളുകളാകട്ടെ. ഇന്നാ ലാ നുദീഉ അജ്റൽ മുസ്ലിഹീൻ, നിശ്ചയമായും ജീവിതം നന്നാക്കുന്നവരുടെ പ്രതിഫലം നാം പാഴാക്കുകയില്ല. ആയത്ത് 171. വഇദ് നതഖനൽ ജബല ഫൗഖഹും കഅന്നഹും ദുല്ലത്തുൻ, അവരുടെ മീതെ പർവ്വതത്തെ നാം പറിച്ചെടുത്തുയർത്തിപ്പിടിച്ച സന്ദർഭം അതൊരു പന്തലെന്ന പോലെ. വദന്നു അന്നഹു ആഖിഉൻ ബിഹിം, അത് അവരുടെ മേൽ വീഴുന്നതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്തു. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ, നാം പറഞ്ഞു നിങ്ങൾക്ക് നാം തന്നത് ബലമായി പിടിക്കുക. വദ്കുറൂ മാ ഫീഹി, അതിലുള്ളത് നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുക. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. സഹിക്കാൻ കഴിയാത്ത നിലയിൽ വെയിലിൻ്റെ ചൂട് കഠിനമായ ഒരവസരത്തിൽ അള്ളാഹു ഭൂമിയിൽ നിന്നൊരു പർവ്വതത്തെ പറിച്ചെടുത്ത് ഉയർത്തിപ്പിടിച്ച് ആ പന്തലിൻ്റെ തണലിൽ അവർ വിശ്രമിച്ചു. ആ സമയത്താണ് അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് തന്ന ഈ വേദഗ്രന്ഥം മുറുകെ പിടിച്ച് അത് ശരിക്കും മനസ്സിലാക്കി സൂക്ഷ്മതയോടെ ജീവിച്ചുകൊള്ളുക, എന്നാൽ നിങ്ങൾ വിജയിക്കും, രക്ഷപ്പെടും. ആയത്ത് 172. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും, നിന്റെ റബ്ബ് ആദം സന്തതികളിൽ നിന്ന് അഥവാ അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ മക്കളെ പുറത്തെടുത്ത സന്ദർഭം. വഅഷ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലു, അല്ലാഹു അവരുടെ കാര്യത്തിൽ
അവരെ തന്നെ സാക്ഷികളാക്കുകയും ചെയ്തു. നിങ്ങളുടെ റബ്ബ് ഞാൻ തന്നെയല്ലേ എന്ന് അള്ളാഹു ചോദിച്ചു. ഖാലൂ ബലാ ഷഹിദ്നാ, പേജ് 665. അവർ പറഞ്ഞു, അങ്ങനെ തന്നെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ശ്രദ്ധയില്ലാത്തവരായിപ്പോയെന്ന് നിങ്ങൾ അന്ത്യനാളിൽ പറയുമെന്നതിനാൽ ഈ കാര്യം നിങ്ങളെ ഉണർത്തുന്നു. ആ ആദമിൻ്റെ മുതുകിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മക്കളെയും ആ മക്കളിൽ ഓരോരുത്തരുടെ മുതുകളിൽ നിന്ന് അവരുടെ മക്കളെയും അങ്ങനെ ക്രമപ്രകാരം ലോകാവസാനം വരെ ജനിക്കുന്ന സർവ്വ മനുഷ്യരെയും അള്ളാഹു പുറത്തെടുത്തു. മേൽപ്രകാരം അവരോട് ചോദിക്കുകയും അവർ ഉത്തരം പറയുകയും ചെയ്തു. ഈ കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിലില്ല എന്ന് പുനരുത്ഥാന നാളിൽ അവർ പറഞ്ഞേക്കും. അതിനാൽ അക്കാര്യം ഉണർത്തുകയാണ്. എല്ലാ മനുഷ്യരുടെയും ആത്മാക്കളെ ഒന്നിച്ച് സൃഷ്ടിച്ചപ്പോഴാണ് ഈ ചോദ്യവും ഉത്തരവും ഉണ്ടായതെന്ന് ചില വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായമുണ്ട്. ഏതൊരു മനുഷ്യ പ്രകൃതിയിലുമുള്ള സത്യസാക്ഷ്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അഹങ്കാരമേശാത്ത ഏതൊരു മനസ്സും ഏകദൈവത്തിലേക്ക് എത്തും. വക്രതയില്ലാതെ ചിന്തിക്കുന്ന ആരും അവൻ്റെ സൃഷ്ടിപ്പിനെ പറ്റിയും അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടികർത്താവിൻ്റെ അനുപമവും അപാരവുമായ കഴിവിനെക്കുറിച്ചും മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അംഗീകരിക്കാതിരിക്കുകയില്ല. ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളും പാഠങ്ങളും അവനെ അത് ബോധ്യപ്പെടുത്തും. സത്യമാർഗത്തിൽ നിന്നും വഴിപിഴപ്പിക്കാൻ പിശാചി എല്ലാവിധ ശ്രമങ്ങളും നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോടെയാണ്. എന്നിട്ട് അവൻ്റെ മാതാപിതാക്കൾ അവനെ ജൂതനും ക്രിസ്ത്യാനിയും അഗ്നി ആരാധകനുമാക്കുന്നു. ബുഖാരി 1385, അഹ്മദ് 77:12. ആയത്ത് 173. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കും, ഞങ്ങളുടെ പിതാക്കൾ മുമ്പ് തന്നെ ബഹുദൈവാരാധന ചെയ്തു. ഞങ്ങൾ അവരുടെ പിന്നാലെ സന്താനങ്ങളുമായി, അങ്ങനെ ഞങ്ങൾ അവരെ പിന്തുടർന്നു. ഞങ്ങൾ ഇങ്ങനെ പിഴച്ചുപോയതിന് ഉത്തരവാദികൾ ഞങ്ങളല്ല, അവരാണ്. ആ അബദ്ധവാദികൾ ചെയ്തതിന് നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? ആയത്ത് 174. ഇപ്രകാരം നാം ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നു. വലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങുന്നവരാകാനും മതി. ഈ ദൃഷ്ടാന്തങ്ങൾ മൂലം അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലാക്കാം, അങ്ങനെ നേർവഴിയിലേക്ക് മടങ്ങുകയും ചെയ്യാം. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 408, സൂറത്തുൽ അഅറാഫ് ആയത്ത് 175, പേജ് 666. വത്ലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു ആയാതിന ഫൻസലഖ മിൻഹാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം കൊടുത്തു, എന്നിട്ട് അവയിൽ നിന്ന് അയാൾ ഊരിച്ചാടി. അങ്ങനെയുള്ള അയാളുടെ വൃത്താന്തം ഇവർക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുക്കുക. ഫഅത്ബഅഹു ശൈത്വാൻ ഫകാന മിനൽ ഗാവീൻ, അപ്പോൾ പിശാച് അയാളെ തൻ്റെ പിൻഗാമിയാക്കി. അങ്ങനെ അയാൾ വഴിപിടച്ചവരിൽപ്പെട്ടവനായി തീർന്നു. ഒരാൾക്ക് അള്ളാഹു വേദവിജ്ഞാനം നൽകി, അതിനെതിരായിട്ട് അയാൾ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്തു. പിശാച് അയാളെ തൻ്റെ അനുയായി ആക്കി മാറ്റി. അങ്ങനെ അയാൾ വളരെ പിഴച്ചുപോയി. അത്തരത്തിലുള്ളവൻ്റെ വിശേഷം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക. ആരാണത്, ഏത് നാട്ടുകാരനും കാലക്കാരനുമാണ്, എന്താണ് പേര് എന്നും മറ്റുമുള്ള കാര്യങ്ങളെപ്പറ്റി മുഫസ്സിറുകൾ വളരെയധികം എഴുതിക്കൂട്ടിയിട്ടുണ്ട്. ഇസ്രായേലിലെ ബൽആം ബിനു ബൗറ ആണെന്നും പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ഉമയ്യത്ത് ബിനു അബിസ്വൽത്ത് ആണെന്നും അഭിപ്രായങ്ങളുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് കഥ പറയലല്ല ഇവിടുത്തെ ഉദ്ദേശ്യം, ഒരു വിഷയത്തെപ്പറ്റി ഉണർത്തലാണ് ഇവിടുത്തെ ആവശ്യം. വേദവിജ്ഞാനം ലഭിച്ചു എന്നിട്ട് അതിന് എതിര് പറഞ്ഞു, അത് മഹാ അപകടമാണല്ലോ. അപ്പോൾ പിശാചിന് നല്ലൊരു പിന്തുണച്ചക്കാരനെ കിട്ടിയതിൽ അവൻ ആഹ്ലാദം കൊണ്ടു. ആയത്ത് 176. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവ ആ ദൃഷ്ടാന്തങ്ങൾ മുഖേന അവന് നാം ഉയർച്ച നൽകുമായിരുന്നു. പക്ഷേ അവൻ ഭൂമിയിലേക്ക് അത് ശാശ്വതമെന്ന ഭാവേന ചാഞ്ഞു. അവൻ്റെ തന്നിഷ്ടത്തെ അവൻ പിൻപറ്റുകയും ചെയ്തു. അപ്പോൾ അവൻ്റെ നില നായയുടെ നിലക്ക് സമമാകുന്നു. അതിനെ നീ എതിർത്താൽ അത് നാക്ക് നീട്ടും. നീ അതിനെ വിട്ടുകളഞ്ഞാലും അത് നാക്ക് നീട്ടും. സാധാരണ ജന്തുക്കൾ വലിയ ക്ഷീണവും കഠിനമായ ദാഹവും ഉണ്ടാകുമ്പോൾ നാക്ക് പുറത്തിട്ട് നെടുവീർപ്പയക്കും. നായ അങ്ങനെയല്ല.
എല്ലായ്പ്പോഴും നാക്ക് നീട്ടിത്തന്നെ ഇരിക്കും. അങ്ങനെയുള്ള നായയെപ്പോലെ തന്നെയാണ് വേദവിജ്ഞാനം ലഭിച്ചിട്ട് വിപരീതം പറയുന്ന പണ്ഡിതന്മാരുടെ അവസ്ഥ. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി സത്യത്തെ അവഗണിച്ച് സമൂഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ തക്ക നിലയിൽ അവർ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യും. പുറത്തു നിന്നുള്ള സമ്മർദ്ദമുണ്ടായാലും ഇല്ലെങ്കിലും ഭൗതിക ലാഭം ലക്ഷ്യമാക്കും. എപ്പോഴും അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. എത്ര കിട്ടിയാലും മതിയാകുകയില്ല. ദുനിയാവിനെ മോഹിക്കുന്നവൻ ദാഹിച്ചിട്ട് ഉപ്പുവെള്ളം കുടിക്കുന്നവനെ പോലെയാണെന്ന് ഒരു ആപ്തവാക്യമുണ്ട്. പലരുടെയും അനുഭവം അത് തെളിയിച്ചിട്ടുമുണ്ട്. പേജ് 667. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു തള്ളിയവരുടെ ഉപമയാണിത്. ഇതൊരു പ്രത്യേക വ്യക്തിയെ സംബന്ധിച്ച് മാത്രം പറയുന്നതല്ല, പൊതുവെ വേദവിജ്ഞാനം ലഭിച്ചിട്ട് വിപരീതം ചെയ്യുന്നവരുടെ അവസ്ഥയാണിത്. ഫഖ്സുസിൽ ഖസസ, അതിനാൽ നീ കഥകൾ വിവരിച്ചു കൊടുക്കുക. ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരാകാൻ വേണ്ടി. ആയത്ത് 177. സാഅ മസലൽ ഖൗമുൽ ലദീന കദ്ദബു ബിആയാതിനാ വഅൻഫുസഹും കാനൂ യദ്ലിമൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയും തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത ആളുകളുടെ ഉപമ എത്ര ചിത്ര. ആയത്ത് 178. മയ്യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി, ആരെങ്കിലും അല്ലാഹു നേർവഴിയിലാക്കിയാൽ അവൻ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവൻ. ചില ഷെയ്ഖുമാരും ഔലിയാക്കളും ഇമാമിങ്ങളും മനുഷ്യരെ നേർവഴിയിലാക്കുമെന്ന് ചിലർ പറയുന്നത് അനിസ്ലാമിക ആശയമാകുന്നു. അള്ളാഹു ഹിദായത്ത് നൽകിയാൽ മാത്രമേ രക്ഷയുള്ളൂ. വേറെ ആർക്കെങ്കിലും അങ്ങനെ ഒരു കഴിവുണ്ടാവുകയാണെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയും മകനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പിതാവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയും ഒന്നും കാഫിറായി മരിക്കുകയില്ലായിരുന്നു. അള്ളാഹു ആരെങ്കിലും വഴിപിഴപ്പിക്കുന്ന പക്ഷം അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. ആയത്ത് 179. നരകത്തിലേക്കായി ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യരെ പോലെ ജിന്നുകൾക്കും വിശേഷ ബുദ്ധി നൽകിയിട്ടുണ്ട്. അവരുടെ കർമ്മങ്ങളും വിചാരണ ചെയ്യപ്പെടും. ധാരാളം മനുഷ്യരും ജിന്നുകളും അള്ളാഹുവിൽ നിന്നുള്ള വേദവിജ്ഞാനങ്ങൾ തള്ളിക്കളയുകയും മനഃപൂർവ്വം വിപരീതം പ്രവർത്തിക്കുകയും ചെയ്ത കാരണത്താൽ അവരുടെ ഗതി നരകത്തിലേക്കായി തീർന്നു. നരകത്തിലേക്കുള്ള മാർഗം അവർ മനഃപൂർവ്വം തെരഞ്ഞെടുത്തപ്പോൾ അള്ളാഹു അവരെ കൈവിട്ട് കളഞ്ഞു. അവർ തെരഞ്ഞെടുത്ത മാർഗത്തിലേക്ക് അവരെ തിരിച്ചുവിട്ടു. പേജ് 668. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, അവയെക്കൊണ്ട് അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, അവയെക്കൊണ്ട് അവർ നോക്കുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട്, അവയെക്കൊണ്ട് അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആമി, അവർ കന്നുകാലികളെ പോലെയാകുന്നു. ബൽഹും അദ്ദൽ, അല്ല, അവർ അതിനേക്കാൾ കൂടുതൽ വഴിപിഴച്ചവരാകുന്നു. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാകുന്നു അശ്രദ്ധന്മാരായിട്ടുള്ളവർ. കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കണ്ണ്, കേട്ട് ഗ്രഹിക്കാനുള്ള കാത്, ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഹൃദയം, ഇവ കൊണ്ടാണ് വിഷയങ്ങൾ വിവേചിച്ചറിഞ്ഞ് സത്യാസത്യങ്ങൾ തിരിച്ചറിയൽ. സന്മാർഗവും ദുർമാർഗവും ഏതൊക്കെയാണെന്ന് വേറിട്ട് മനസ്സിലാക്കലാണ് ഈ ഗ്രഹണേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ബാധ്യത. ഏറ്റവും അത്യാവശ്യമായത് മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുത്താത്ത കണ്ണും കാതും ഹൃദയവും പിന്നെ എന്തിനാണ്? അവ ഉണ്ടായതുകൊണ്ട് ഫലമില്ല. എന്താണോ യഥാർത്ഥത്തിൽ കാണേണ്ടത് അത് കണ്ടില്ല, എന്താണോ കേൾക്കേണ്ടത് അത് കേട്ടില്ല, എന്തിനെപ്പറ്റിയാണോ ചിന്തിക്കേണ്ടത് അത് ചിന്തിച്ചില്ല, എങ്കിൽ പിന്നെ അവ ഇല്ലാത്തതുപോലെ തന്നെയായി. അതുകൊണ്ട് അത്തരക്കാർ കന്നുകാലികളെക്കാൾ മോശക്കാരാണ്. നരകശിക്ഷക്കർഹർ അവർ തന്നെയാകുന്നു. മനുഷ്യരെ പോലെ തന്നെ വിശേഷ ബുദ്ധിയുള്ളവരും ദൈവിക വിധിവിലക്കുകൾ പാലിക്കാൻ ബാധ്യസ്ഥരുമാണ് ജിന്നുകൾ. തീജ്വാലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ജിന്നുകളെ മനുഷ്യന് കാണാനാവില്ല. ആയത്ത് 180. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അതിവിശിഷ്ടങ്ങളായ പേരുകൾ അല്ലാഹുവിനുണ്ട്, ആ നാമങ്ങളിൽ നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക. വദറുല്ലദീന യുൽഹിദൂന ഫി അസ്മാഇഹി,
അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ വ്യതിചരിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ അനർഹമായ കൈക്കടത്തലുകൾ ഒന്നും ചെയ്യരുത്. എങ്ങനെയെന്നാൽ അള്ളാഹുവോ റസൂലോ അള്ളാഹുവിനെ പറ്റി നമുക്ക് പറഞ്ഞു തരാത്ത പേരുകൾ നമ്മൾ പറയുകയോ കള്ളപ്രവാചകനായിരുന്ന മുസൈലിമത്തുൽ കദ്ദാബിനെ സംബന്ധിച്ച് അവൻ്റെ വിശ്വാസികൾ റഹ്മാൻ എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരെ പറ്റി പറയുകയോ ചെയ്യാൻ പാടില്ല. വിശ്വനാഥൻ, ജഗദീശ്വരൻ, ഷാഹിൻ ഷാ, രാജാധിരാജൻ, ഇങ്ങനെയുള്ള പേരുകൾ മനുഷ്യരോട് ചേർത്തു പറയരുത്. അബ്ദുറഹ്മാൻ എന്ന് പേരിട്ടിട്ട് റഹ്മാൻ എന്നും, അബ്ദുസ്സമദ് എന്ന് പേരിട്ടിട്ട് സമദ് എന്നും, അബ്ദുൽ ബാരി എന്ന് പേരിട്ടിട്ട് ബാരി എന്നും വിളിക്കുന്ന സമ്പ്രദായവും ശരിയല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയേണ്ടതായ വല്ലതും മറ്റാരെങ്കിലും സംബന്ധിച്ച് പറയാനും പാടില്ല. മൗലൂദിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പടപ്പുകളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ്. പേജ് 669. സയജ്സൗന മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാകുന്നു. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ടെന്നും അവ സൂക്ഷ്മമായി പഠിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ബുഖാരി 27:36, മുസ്ലിം 26:77. ആ നാമങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും അവയെക്കുറിച്ച് ബോധവാനായിരിക്കുകയും ചെയ്യണം എന്നതാണ് സൂക്ഷിച്ചു പഠിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശ്യം. മനഃപ്പാഠമാക്കി ഉരുവിട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. 99-ലധികം പേരുകൾ ഉണ്ടാവാം, അതത്ര മാത്രമേ ഉള്ളൂ എന്ന് ഹദീസിലില്ല. അതിലപ്പുറം ഉണ്ടാകാൻ പാടില്ലെന്ന് നിഷേധിച്ചിട്ടുമില്ല. അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ ആധിക്യം അവൻ്റെ ഉത്കൃഷ്ട ഗുണങ്ങളുടെ ആധിക്യത്തെ കുറിക്കുന്നു.